നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അഭിനയിക്കാൻ പോകുന്ന സ്ഥലത്ത് പ്രിയങ്ക മോൾക്ക് ഒരു കൂട്ട ആവശ്യമുണ്ട്. അതിനൊക്കെ ഇൻഡസ്ട്രിയില് ഒരുപാട് ആളുകളുണ്ട്. ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് പോരാ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്റെ സഹായിയായി രാധിക മോള് കൂടെ ഉണ്ടായിരിക്കണം. എന്റെ കഷ്ടപ്പാടിന്റെ ഫലം നിന്റെ അടുത്ത് നിന്ന് കിട്ടിയില്ലെങ്കിൽ നിന്നെ എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം. വാ വരുൺ. മുത്തശ്ശി, ആ അല്ല, ആരാ ഇത്? ദേവാ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. ആ ഇരിക്കും മോനെ. സുഗണ മുത്തശ്ശിക്ക്. ആ അങ്ങനെ പോന്നു. അത് മതി, അങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. അച്ഛാ, ഒന്ന് വിളിക്കായിരുന്നില്ലേ മോളെ? അയാള് വിളിക്കാൻ പോയതാ, പിന്നെ ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. അച്ഛാ, ഞങ്ങളെ ഒരു സ്ഥലത്ത് പോയിട്ട് വരാം. മോനെ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? കുടിക്കാനൊക്കെ എടുക്കാം. എനിക്ക് എല്ലാവരോടും ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അല്ല, രാധിക എവിടെ? അവള് മ്യൂസിക് സ്കൂളിൽ പോയിട്ട് വന്നില്ല മോനെ. പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറ മോനെ. അവളിപ്പോ ഇവിടെ ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? രാധികയെ കുറിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല മുത്തശ്ശി. എന്റെ ഏട്ടൻ സന്തോഷത്തോടെ എഴുന്നേറ്റിരിക്കാൻ കാരണം എന്താന്ന് വെച്ചാ അത് രാധികയെ. അച്ഛനൊന്ന് ഇരിക്കെ, നമുക്ക് സമാധാനത്തോടെ സംസാരിക്കേണ്ട കാര്യമാണ്. എല്ലാ മനുഷ്യർക്കും തീവ്രമായ ചില ആഗ്രഹങ്ങളുണ്ടല്ലോ. ചിലർക്കത് നടത്താൻ പറ്റും, ചിലർക്കത് സാധിക്കാതെ വരും. സാധാരണ രീതിയിൽ പെൺകുട്ടികളുടെ മോഹം അവസാനിക്കുന്നത് വിവാഹത്തോടെയാണ്. ഭർത്താവിന്റെ കുടുംബം, അവരുടെ തീരുമാനങ്ങൾ, അങ്ങനെ അങ്ങനെ അവരുടെ ജീവിതം അങ്ങ് മാറിപ്പോകും. പക്ഷേ അത്തരൊരു ചിന്താഗതിയിൽ എനിക്ക് താല്പര്യമില്ല. പ്രിയങ്ക മനസ്സിൽ കൊണ്ടു നടന്ന തീവ്രമായൊരു ആഗ്രഹം നടത്തി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. എന്റെ താല്പര്യമല്ല, നിങ്ങളുടെ സമ്മതമാണ് എനിക്ക് പ്രധാനം. രാധിക വന്നല്ലോ. പാടോ, താൻ കൂടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം പറയൂ. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ വീട്ടിൽ ഒരുപാട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയതാണ്. പ്രിയങ്കയ്ക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം. മോനെ, അതൊക്കെ മുമ്പ് എപ്പോഴോ അവളുടെ മനസ്സിലുണ്ടായിരുന്നതാ. അത് മനസ്സിൽ നുള്ളിക്കളഞ്ഞു എന്നാ ഞങ്ങളുടെയൊക്കെ വിശ്വാസം. എന്നാ ഇല്ല, അച്ഛൻ വേണമെങ്കിൽ അയാളോട് തന്നെ ചോദിച്ചു നോക്കാം. സിനിമയിൽ അഭിനയിക്കണമെന്നും പറഞ്ഞു മോനെ ബുദ്ധിമുട്ടിച്ചോ നീ? ഞാൻ ബുദ്ധിമുട്ടിച്ചൊന്നും അല്ലമ്മ. വരുൺ എന്നോട് പറഞ്ഞ കൂട്ടത്തില്. മോനെ, മുൻപ് പ്രിയങ്ക മോള് പറഞ്ഞപ്പോ ഞാനത് നിഷേധിക്കാൻ കാരണം അതൊന്നും നമുക്ക് ശരിയാവാത്ത കാര്യങ്ങളായതുകൊണ്ട്. ഇവിടെ ആയാലും കണിമംഗലത്തായാലും അങ്ങനെ ഒരു അന്തരീക്ഷം അല്ലല്ലോ ഉള്ളത്. അതൊക്കെ
എല്ലാവരും മാറി ചിന്തിക്കേണ്ട ഒരു സമയം അയച്ചാ. എനിക്ക് പ്രിയങ്കയുടെ ഈ ആഗ്രഹം നടത്തി കൊടുത്തേ പറ്റൂ. പിന്നെ ഞങ്ങളിപ്പോ ഒരു ഡയറക്ടറുടെ അടുത്തുനിന്ന് വരിക. മലയാളത്തിലെ ഏറ്റവും വലിയ ഡയറക്ടർ, ഒരു ഇന്ദ്രജിത് മേനോൻ. പ്രിയങ്കയുടെ കാര്യം അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം അതിന് വില്ലിങ്ങ. മോനെ, സിനിമാക്കാരെ കുറിച്ചുള്ള അബദ്ധധാരണകളൊക്കെ ഇപ്പൊ ഇല്ല. ഇപ്പൊ അത് മാന്യമായിട്ടൊരു പ്രൊഫഷനായിട്ടാണ് എല്ലാവരും കാണുന്നത്. പ്രിയങ്ക അഭിനയിക്കാൻ പോകുന്നില്ല, എനിക്കോ കണിമംഗലത്തുകാർക്കോ ഒരു കുറവും തോന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പ്രിയങ്കോട് പറഞ്ഞു, ആറ്റുവശ്ശേരി കുടുംബത്തിന്റെ സമ്മതത്തോടെ അല്ലാതെ ഇതിനിറങ്ങി തിരിക്കാൻ പാടില്ല എന്ന്. ഇനിയിപ്പോ നിങ്ങൾ തീരുമാനിക്കേ. അല്ല, പ്രിയങ്കമ്മോളുടെ ജാതകം പണ്ട് നോക്കിയപ്പോ ഒരു വലിയ കലാകാരി ആകുമെന്ന് തന്നെയാ. അതിന് ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നും അറിയില്ലായിരുന്നു. ദേവേട്ട, എന്താ പറയുന്ന? മോൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് അച്ഛാ, പ്രിയങ്ക പൊയ്ക്കോട്ടെ. അവൾക്ക് അവളുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ലല്ലോ. മോനിപ്പോ സംസാരിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി. വീട്ടിലേക്ക് വന്നു കയറി മരുമകൻ എന്ന നിലയ്ക്ക് ഈ ഹൃദയവിശാലത കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. എല്ലാം നിങ്ങളുടെ തീരുമാനം പോലെ നടക്കട്ടെ. അച്ഛൻ പേടിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. അച്ഛൻ നോക്കിക്കോ, എല്ലാവർക്കും അഭിമാനിക്കാവുന്ന അവസ്ഥയിലേക്ക് ഞാൻ വളരും. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. അഭിനയിക്കാൻ പോകുന്ന സ്ഥലത്ത് പ്രിയങ്ക മോൾക്കൊരു കൂട്ടാവശ്യമുണ്ട്. അതിനൊക്കെ ഇൻഡസ്ട്രിയില് ഒരുപാട് ആളുകളുണ്ട്. ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് പോരാ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്റെ സഹായിയായി രാധിക മോള് കൂടെ ഉണ്ടായിരിക്കണം. എന്തിനാ അത്? എവിടെ പോയാലും ഇവളെങ്ങനെ കൂടെ വിടുന്നത്? അമ്മ ഉണ്ടായിരിക്കെ. പ്രിയങ്ക മോള് പോകുന്ന സ്ഥലത്ത് എനിക്കൊരു ധൈര്യം കിട്ടണമെങ്കിൽ രാധിക മോള് അവളുടെ കൂടെ ഉണ്ടാവണം. വരുന്നു, മനസ്സിലായോ? ആ, അതിനിപ്പോ എന്താച്ചാ, രാധികം കൂടെ പറട്ടെ, സന്തോഷമുള്ള കാര്യമില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.